What's up YouTube? Welcome back to my new video. So ഇന്ന് നമ്മുടെ കൂടെ ഉള്ള KTM Duke 390 ആണ് BS6. ഇതിപ്പം ലേറ്റസ്റ്റ്ലി ലോഞ്ച് ആയിരിക്കുന്ന നമ്മുടെ KTM 390 ആണ് Duke 390. സോ ഇത് എൻ്റെ ഫ്രണ്ട് അശോകിൻ്റെ ആണ്. നിങ്ങൾ എൻ്റെ Duke 390 ഡെലിവറി വീഡിയോ കണ്ടിട്ടില്ലേ? അതിപ്പം ഐബാറിൽ വരുന്നുണ്ടായിരിക്കും. അതിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത് ഹാർഡ് ബൈക്കാണെന്ന്. സോ നമുക്ക് ബൈക്കിൻ്റെ ഫ്രണ്ട് ലുക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് നമ്മുടെ ലൊക്കേഷൻ നോയിഡയാണ്. എൻ്റെ കോളേജ് ഇവിടെ അടുത്ത് തന്നെയാണ്. സോ അശോകിൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ച്. പിന്നെ ഇപ്പം നല്ല അത്യാവശ്യം ഈവനിങ് ആണെങ്കിലും നൈസ് ലൈറ്റിംഗ് ആണ്. അത് നമുക്ക് നേരെ ബൈക്കിൻ്റെ ലുക്സിലേക്ക് വരാം. ഫ്രണ്ടിൽ വന്നേക്കുന്ന ഫുൾ LED സെറ്റപ്പുള്ള ഹെഡ്ലൈറ്റാണ്. ഇവിടെ നമുക്ക് 2 DRLും LED ലൈറ്റും കിട്ടുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊജക്ഷൻ തരുന്ന ലൈറ്റ് നമുക്ക് ഡ്യൂക്ക് 390 തന്നെയാണ്. പിന്നെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ USD ഫോക്സ് ആണ്, അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കിട്ടുന്നത്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ട്യൂബ്ലെസ് ടയറാണ്. പക്ഷേ ഇത് വന്നേക്കുന്ന ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം കിട്ടുന്ന കറൻ്റ്ലി KTMൻ്റെ എല്ലാ ബൈക്കിലും വരുന്ന MRFൻ്റെ ടയറാണ്. ഒരിടയ്ക്ക് അവർ മെഡ് സെല്ലേഴ്സ് ആക്കിയായിരുന്നു. അന്ന് മുന്നേ MRF ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ എന്താ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് തോന്നാറുണ്ട് ഈ ബൈക്കിനകത്ത്. ഈ ടയറിനകത്ത്, ബൈക്കിനകത്തല്ല ഈ ടയറിനകത്ത്. ആൻഡ് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് വന്നിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ ഈ വന്നേക്കുന്ന ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇന്നത്തെ സൂപ്പർ മോട്ടോ സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അത് നമുക്ക് ABS നമുക്ക് ഓഫ് ആക്കാവുന്നതാണ്. ഡ്യൂക്ക് 390 വന്നേക്കുന്ന ഒരു 373cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്, വിച്ച് പ്രൊഡ്യൂസസ് 43 ഹോഴ്സ് പവർ ആൻഡ് 37 Nm ഓഫ് ടോർക്ക്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എല്ലാം നമുക്ക് ടോപ്പിലായിരിക്കും കിട്ടുന്നത്. എന്ന് വെച്ചാൽ RPMൻ്റെ ടോപ്പ് ലെവലിലായിരിക്കും കിട്ടുന്നത്. ഒരു 6000-7000 RPM കഴിഞ്ഞ ബൈക്കിൻ്റെ ക്യാരക്ടർ ആകെ ചേഞ്ച് ചെയ്യുക. നമുക്ക് ആ പുള്ളും ആ ഒരു അഡ്രിനൽ റഷൊക്കെ വേറെ ലെവലായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ബിലോ 60, ബിലോ 70 നമുക്കിതൊരു നോർമൽ ബൈക്ക് പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. നമുക്കതിലേക്ക് വരാം. ഞാൻ റൈഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ്. പിന്നെ ഇപ്പം നമുക്ക് ഡ്യൂക്ക് 390 പുതിയ ജനറേഷൻ ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ നമുക്ക് ഇത് എക്സോസ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു ടയർ ഹഗ്ഗറും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അത്യാവശ്യം നൈസ് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഈ ടയർ ഹഗ്ഗറിൻ്റെ നമ്മൾ ഈ സൈഡിൽ തന്നെ നോക്കിയാൽ ഈ ഫ്രെയിമിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ സാരി ഗാർഡൊക്കെ കാണാൻ പറ്റും. ഈ ബൈക്കിന് എന്തിനാ സാരി ഗാർഡ് ആവശ്യമുള്ളതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ ഇന്ത്യൻ റൂൾസ് അനുസരിച്ച് സാരി ഗാർഡ് വേണ്ടതാണ് എല്ലാം 2 വീലറിലും. ഈവൻ ഹയബൂസയ്ക്കകത്ത് വരെ സാരി ഗാർഡുണ്ട്. ഇനിയിപ്പോൾ ടെയിൽ ടൈഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത്തുള്ള ടെയിൽ ടൈഡി തന്നെയാണ് നമുക്ക് ഡ്യൂക്ക് 390 കാണാൻ പറ്റുന്നത്. ഇൻഡിക്കേറ്ററും പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് KTM പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിലേക്ക് വരുമ്പം ഗ്രാബ് റീൽസിൻ്റെ ഡിസൈൻ കുറച്ച് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2019 വരെ 19 മുന്നേ വന്നുകൊണ്ടിരുന്ന ഡ്യൂക്ക് 390 ഗ്രാബ് റീൽ ഇവിടം വരെ ഉള്ളായിരുന്നു. ഈ ഒരു പൊസിഷൻ വരെ. ഇപ്പം 2019 കഴിഞ്ഞ് നമുക്ക് ഗ്രാബ് റീലിൻ്റെ പൊസിഷൻ കൂടിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം സപ്പോസ് പുറകെ വല്ലവരും ഇരിക്കുകയാണ്, അല്ലെ അവർക്ക് കുറച്ച് ഓവർ സൈസ് അല്ല അവരുടെ ബാക്കിൽ ലഗേജ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ടെയിൽ ലൈറ്റിൽ മുട്ടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷർ വെച്ച് ഇത് ലൂസ് ആവാനല്ല ഇത് ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. ലൂസ് ആവുന്ന ഇഷ്യൂസ് കുറേ ഉണ്ടായിരുന്നു നമുക്ക് ഡ്യൂക്ക് 390 ഒരു ഇപ്പം പുറകെ വല്ലൊരു ഹെവി വെയിറ്റ് ഉള്ള അല്ലെ ഹെവി ലോഡ് വെച്ച് വല്ലൊരു ഇരിക്കുകയാണ്. സോ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇത് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്ത്, അത് മാത്രമല്ല ഇതിൻ്റെ ലുക്കും കുറച്ചും കൂടി എൻഹാൻസ് ആയിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ആ സെയിം ലുക്ക് തന്നെയാണ്. നമുക്ക് ഡിഫറൻസ് ഒന്നും കാണത്തില്ല. അതിപ്പോൾ എല്ലാം ബൈക്കിനകത്ത് അങ്ങനെയാണല്ലോ. പിന്നെ ഇത് നമുക്ക് മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ഈ ഏരിയ കുറച്ച് ബ്ലാങ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് കുഴപ്പമില്ല, ലുക്ക് പക്ഷേ ഇതിൻ്റെ എപ്പോഴും ഹെവി ലുക്ക് തന്നെയാണ്. പിന്നെ ഇപ്പോൾ എക്സോസ്റ്റ് പൈപ്പ് ഇതിൻ്റെ താഴെ നിന്നാണ് പോകുന്നത്. നേരത്തെ ഈ ഏരിയയിൽ നിന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം താഴെ നിന്നാക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് തൈസിലേക്കായിരുന്നു കൂടുതൽ ഹീറ്റിംഗ് ഇഷ്യൂ വന്നുകൊണ്ടിരുന്നത്. അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴെ നിന്നാക്കിയപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താ വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സോ ഇതൊക്കെയാണ് ബൈക്കിൻ്റെ ഓവറോൾ ലുക്സും ഫീച്ചേഴ്സും. ഫീച്ചേഴ്സ് അല്ല, എൻജിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം. പിന്നെ എൻ്റെ ഹൈറ്റ് 5'10" ആണ്. എനിക്ക് 2 കാല് സുഖമായിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം. സപ്പോസ് ഒരു 5'6" അല്ല 5'5" ആയിട്ടുള്ള ഒരാൾ ഈ ബൈക്ക് ഇരിക്കുകയാണ്, അവരൊന്ന് നോക്കിയും കണ്ടു വേണം ഈ ബൈക്ക് ഇരിക്കാൻ. കാരണം ഈവൻ ദോ വെയിറ്റ് അത്ര ഇല്ലെങ്കിലും 163 കിലോ വെയിറ്റേ ഉള്ളൂ, സ്റ്റിൽ മാനേജ് ചെയ്യാം. ബട്ട് ഒരു പവർഫുൾ മെഷീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയും കണ്ടു വേണം ഈ ബൈക്ക് ഇരിക്കാൻ, ഇത് ഓടിക്കാനായിട്ടും. പിന്നെ ഇത് വരുന്ന ഒരു 13.5 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ്. ഒരു മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 28
22 to 28, നമുക്ക് 30 ആണെങ്കിലും കിട്ടും ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ. 32 കിട്ടിയവരുണ്ട്, പക്ഷേ ഇത് പുതിയ ബൈക്ക് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്ന് എക്സാക്ട്ലി അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോക്ക്പിറ്റ്. നമ്മൾ നോർമൽ ഡ്യൂക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറേ നമുക്ക് സ്വിച്ചും കാര്യങ്ങളെല്ലാം കാണാം. ഇൻഡിക്കേറ്റർ, ഹോൺ, ഇത് നമ്മുടെ ഫുൾ TFT ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് ഹൈ ബീം ആക്കുന്നത്. ഇവിടെ ഇത്ര സ്വിച്ച് വന്ന കാരണമാണ് ഹൈ ബീം എന്നുള്ള നോർമൽ സ്വിച്ച് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാഞ്ഞ്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കിൽ സ്വിച്ച് കാണുന്നുണ്ട്. പിന്നെ ഒരു ഫെദർ ടച്ച് വരുന്ന ഒരു നമ്മുടെ സെൽഫ് സ്റ്റാർട്ടും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, വണ്ടി അപ്പോഴേ സ്റ്റാർട്ടാവും. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണ്. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഇത് KTM പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൈ റൈഡ്, ട്രിപ്സ്, ഡാറ്റ, മോട്ടോർ സൈക്കിൾ സെറ്റിങ്സ് പലതും ഇതിൽ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ട്രിപ്സ് ആൻഡ് ഡാറ്റ, ഇന്നത്തെ ട്രിപ്പ് 1 ട്രിപ്പ് 2 കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. മോട്ടോർ സൈക്കിളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ABSഉം ക്വിക്ക് ഷിഫ്റ്റ് പ്ലസും ക്വിക്ക് ഷിഫ്റ്റൊക്കെ ഓൺ ആക്കുന്നത് നമുക്ക് ഫീച്ചർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫേവറേറ്റ്സിലേക്ക് പോയാൽ നമുക്ക് ഇതിൽ ട്രിപ്പ് 1, സ്പീഡ് 1, കോൺ 1, ട്രിപ്പ് 1, ട്രിപ്പ് 2 ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്ര നേരം കൊണ്ടാണ് ചെയ്തതെന്ന്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ABS ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ബേസിക്കലി ഇത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തുനിന്ന് സെറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇത് നമുക്ക് ബ്ലൂടൂത്ത് ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ബൈക്ക് ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ഫോണിൻ്റെ സൈൻ അല്ലേ, ജസ്റ്റ് പേരും ഫോണിൻ്റെ സിമ്പിളും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഫുൾ കളറോടെയാണ് ആ സംഭവം വരുന്നത്. അത് കാണാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ അതിപ്പോൾ ഓണാക്കിയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ തീം ആണെങ്കിലും നമുക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലാണ്. നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് തന്ന് ഈ ഡാർക്ക് മോഡിലേക്കാവും. ഇവിടെ ഇതിൻ്റെ ഒരു സെൻസർ വരുന്നുണ്ട്. അപ്പം ആ സെൻസർ ഇപ്പം ഇച്ചിരി വെട്ടം ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാമായിരുന്നു. നൈറ്റ് മോഡിലേക്ക് ആകിയപ്പോൾ ഇത് തന്നെ ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതാരണം നൈറ്റ് ഡേ മോഡിൻ്റെ ആ ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ സെൽഫ് ലൈറ്റും ക്ലോക്ക് ഡേറ്റ്, യൂണിറ്റ് ലാംഗ്വേജും എക്സ്ട്രാ ഫങ്ഷൻസും സർവീസ് പീരീഡും എല്ലാം തന്നെ നമുക്ക് ഇത് അറിയാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനെ കുറിച്ച് തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ. ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഈ TFT ഡിസ്പ്ലേ എന്ന് കുറിച്ച്. പിന്നെ ഇവിടെ നമുക്ക് റൈവ് ലിമിറ്റ് കാണാൻ പറ്റുന്നുണ്ട്, ഗിയർ ഇൻഡിക്കേഷൻ, സ്പീഡ്, ഇവിടെ എത്ര കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു, ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ. പിന്നെ ഇവിടെ ബ്ലൂടൂത്തിൻ്റെ സൈനും ബ്ലൂടൂത്തിൻ്റെ ഇൻഡിക്കേഷനും ടൈമും. ഇവിടെ നമുക്ക് ABSൻ്റെയും ബാക്കി ജനറൽ എൻജിൻ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോക്ക്പിറ്റിൻ്റെ ഒരു ബേസിക് മിനിമലിസ്റ്റിക് ലുക്ക് ആണെങ്കിലും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. പിന്നെ ഇനിയിപ്പം ഈ ക്ലച്ച് ലിവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സാണ് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ഫിംഗർ സൈസ് അനുസരിച്ച് 2 ബ്രേക്കും ക്ലച്ചിൻ്റെ ഇത് നമ്മുടെ ഫിംഗർ ലെങ്ത്തിൻ്റെ അനുസരിച്ച് സെറ്റാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഈ നക്കൽ ഗാർഡ്സ് എല്ലാം നമുക്ക് കമ്പനിയിൽ നിന്നാണ് കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബൈക്കിൻ്റെ ഓടിച്ചുകൊണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം പറയും. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററും ഉണ്ട്. പിന്നെ എൻജിൻ കട്ട് ഓഫും ഉണ്ട്. സോ ഗൈസ്, ബൈക്കിലേക്ക് കയറി ഇരിക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. 163 കിലോ ഉണ്ട്. ഒരു 390 അല്ലെ ഒരു 373 cc എൻജിനുള്ളൊരു ബൈക്കാണ്. ഭയങ്കര പവർഫുള്ളാണ്. ഒരു 250 cc ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഈ ബൈക്കിൽ അവർക്കൊക്കെ ഈ ബൈക്ക് ശരിക്കും ഓടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ ഇതിൻ്റെ ശരിക്കുള്ള പവറൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ബിഗിനർ ഈ ബൈക്കിന് മുകളിൽ വന്ന് ഇരുന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ സ്കൂട്ടിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുക, അല്ല ഒരു 100 cc ബൈക്ക്, അല്ല ഇനിയിപ്പോൾ അവനൊരു സൈക്കിൾ ഓടിച്ചിട്ട് ഒരു പെട്ടെന്ന് ഡ്യൂക്ക് 390ലേക്ക് ഇരുന്ന് ചുമ്മാ കൈ കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ കഥ തീരും. ഒന്നെങ്കിൽ അവൻ്റെ കാര്യത്തിൽ തീരുമാനമോ അല്ല ബൈക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമോ. കാരണം ഭയങ്കര റോ പവറാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിയാത്ത കാരണമാണ് ഞാൻ ഇത് കൈ കൊടുക്കാത്തത്. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ബൈക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചുമ്മാ എല്ലാവരും കയറി ഇരുന്ന് ഇത് ചുമ്മാ കൈ കൊടുത്താൽ അവിടെ തീർന്ന്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്താണ്. നമ്മളൊരു എന്താ പറയുന്നത്, ഒരു പക്ക ഒരു KTMൻ്റെ DNA നമുക്ക് ഈ ബൈക്കിനകത്തും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോനകത്തും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് KTMൻ്റെ ആ DNA എല്ലാം ബൈക്കിനകത്തും തന്നെ ഫീൽ ആവുന്നതാണ്. ആ റോ പവറും ആ പിക്കപ്പ്, ചെറിയൊരു പവർ ലാഗ് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈവൻ ദോ ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല. ഓരോ ഗിയറിലും ഞാൻ കൈ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ പക്ക പെർഫോമൻസ് അല്ല ആ പക്ക ഫീൽ നമുക്കിത് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വന്നേക്കുന്ന റൈഡ് ബൈ വയറാണ്. നമുക്ക് നോർമൽ ബൈക്സിനകത്ത് കിട്ടുന്ന പോലെ വയർ ടെക്നോളജി അല്ലെ, വയർ വെച്ചിരുന്ന ആക്സിലേറ്റർ അല്ല, ഇത് സെൻസറാണ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. പിന്നെ ക്വിക്ക് ഷിഫ്റ്ററും
സ്ലിപ്പർ ക്ലച്ചും വന്നേക്കുന്ന കാരണം ക്ലച്ചിൻ്റെ ഫീല് ഭയങ്കര സോഫ്റ്റാണ്. ഇപ്പോൾ പുതിയൊരാൾ വന്ന് ഈ ബൈക്കിൽ ഇരുന്ന് ചുമ്മാ കൈ കൊടുത്താൽ ഒന്നെങ്കിൽ അവൻ എവിടെയെങ്കിലും പോയി ഇടിക്കും, അല്ലെ അവൻ സ്പീഡിൽ പോയിട്ട് ഒറ്റയടിക്ക് ബ്രേക്ക് അമക്കുവാണെങ്കിൽ അവൻ വീഴും, ഉറപ്പായിട്ടും വീഴും. ചിലപ്പം ബൈക്ക് സ്റ്റോപ്പ് അടിച്ച് പുറകിൽ ടയറൊക്കെ പൊങ്ങിപ്പോയി അങ്ങനെ എന്തെങ്കിലും നല്ല ക്രാഷ് ആവാൻ നല്ല സാധ്യത ഉണ്ട്. പിന്നെ സ്പീഡൊക്കെ ഈ ബൈക്ക് ചുമ്മാ അങ്ങ് പിക്ക് ചെയ്തെടുക്കും. നമ്മൾ വിചാരിക്കുന്നതിന് കാട്ടി മുന്നേ ഈ ബൈക്ക് സ്പീഡ് ഗ്രാബ് ചെയ്തിരിക്കും. കാരണം ഉള്ള സെഗ്മെൻറ്റ് അണ്ടർ 3.5 lakh സെഗ്മെൻറ്റ് വരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബൈക്കാണ് ഇത്. ട്വിൻ സിലിണ്ടർ ബൈക്ക് എന്ന് വെച്ചാൽ ഇൻ്റർസെപ്റ്റർ 650 അല്ലെ നിഞ്ച 300 ആ ബൈക്കിനൊക്കെ ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു ബൈക്കാണ് നമ്മുടെ KTM ഡ്യൂക്ക് 390. അപ്പോൾ നമ്മൾ ഇത് നോക്കിയും കണ്ട് വേണം ഓടിക്കാൻ. ഇനിയിപ്പോൾ ഞാൻ ഈ ബൈക്കിൻ്റെ സീറ്റ് കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റാണ്, എന്നാൽ അത്ര ഹാർഡും അല്ല. പക്ഷേ നമ്മളൊരു 150 കിലോമീറ്റർ സ്ട്രെച്ച് 150+ എന്തായാലും നമുക്ക് ഒറ്റ സ്ട്രെച്ച് ഈ ബൈക്ക് ചെയ്തെടുക്കുക ഈ സീറ്റ് കംഫർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ. ബാക്കിയെല്ലാം സോർട്ടഡാ, കാരണം അത്യാവശ്യം സ്റ്റിഫ്നെസ് ഉണ്ട് സീറ്റിൽ. പക്ഷേ 150 കിലോമീറ്ററൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ടൂറിംഗിനാണ് ഒരു ജെൽ ബാഗ് പോലത്തെ എന്തെങ്കിലും സംഭവം വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കിലോമീറ്റർ നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ് ഈ ബൈക്കിൽ. ഇനിയിപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ ത്രോട്ടൽ റെസ്പോൺസ് കാണിച്ചു തരാം. ഇതിപ്പം സർവീസ് റോഡാണ്, ഞാൻ റോഡേ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് പെർഫോമൻസ് ബൈക്ക് തരുന്നതെന്ന്. പിന്നെ നമുക്ക് ട്രാഫിക്കിനകത്താണെങ്കിലും സുഖമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ബട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹീറ്റിംഗ് ഇഷ്യൂ കാണും. പിന്നെ മൈലേജ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിറ്റിക്കകത്തൊരു 20 to 25, 28 ഈ റേഞ്ച് ആയിരിക്കും. ഹൈവേ പോകുകയാണെങ്കിൽ ഒരു 28 to 32 എന്തായാലും കിട്ടും. ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ മൈലേജ് റേഞ്ച് കിലോമീറ്റർ റേഞ്ച് കാണിക്കുമായിരുന്നു, പ്രോപ്പർ മൈലേജ്. അപ്പോൾ അവൻ 35 കാണിച്ചത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ എത്രേൻ്റെ സ്പീഡിൽ ഓടിച്ചാൽ? അവൻ പറഞ്ഞു ഞാൻ 80-90 ആ ഒരു സ്പീഡാണ് മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പം ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു റേഞ്ചുള്ള ഒരു മൈലേജ് ഈ ബൈക്കിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ട്. ഉറപ്പാണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സാധ്യത ഉണ്ട്. ഇനിയിപ്പം BS6 ഡ്യൂക്ക് 390 വെച്ച് നോക്കുമ്പോൾ ഞാൻ BS4 ഓടിച്ചിട്ടുണ്ട്, BS3 ഓടിച്ചിട്ടില്ല. BS4-നകത്ത് അത്യാവശ്യം വൈബ്രേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹാൻഡിൽ ബാറിലേക്ക് നല്ല വൈബ്രേഷൻ തന്നെ കയറി വരും നമ്മൾ ഒരു ടോപ്പ് റെവ് ഒക്കെ അടിക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇതിനകത്ത് റെവ് ലിമിറ്റിൻ്റെ ആ ലൈറ്റ് ആക്ടിവേറ്റ് ആയിട്ടില്ല. ഫസ്റ്റ് സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സംഭവം എല്ലാം തന്നെ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ബൗട്ട് ഉണ്ട്, ഇവിടെ നിന്ന് നമുക്ക് റൗണ്ട് എടുത്ത് നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം. സോ ഗൈസ്, ഇവിടെ ചെറിയൊരു ഓപ്പൺ സ്ട്രെച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അധികം ഞാൻ കാണിക്കത്തില്ല, ഒരു 80 വരെ ഞാൻ ടച്ച് ചെയ്ത് കാണിക്കാം. കാരണം ഇതിൻ്റെ ആ ത്രോട്ടൽ റെസ്പോൺസ് എനിക്ക് കാണിച്ചു തരണം, ഇതെങ്ങനെയാണ് പെർഫോമൻസ് തരുന്നതെന്ന്. കാരണം ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ബൈക്കാണിത്. അപ്പം നമ്മൾ ഇത് ഓപ്പൺ റോഡിൽ കയറി ചുമ്മാ സ്പീഡ് എടുക്കുവാണ്. പിന്നെ ആ സ്പീഡ് എടുക്കുന്ന ആ ഒരു ഫീലുണ്ട്, നമ്മളിങ്ങനെ ബാക്കിലേക്ക് വലിഞ്ഞു പോവാണ് ഈ ബൈക്ക് ഓടിക്കുമ്പം. ഓ സീൻ എൻ്റെ പൊന്നോ, പവർ എന്ന് വെച്ചാൽ റോ പവർ ഇപ്പം കയറുന്നില്ല. ഫസ്റ്റ് സർവീസ് ഒന്ന് കഴിഞ്ഞോട്ട് ഈ ബൈക്കിൻ്റെ പിന്നെ ആ ഒരു പവറും കാര്യങ്ങളെല്ലാം നമുക്ക് ശരിക്കും ഫീലാവും. പിന്നെ ഇതൊക്കെയാണ് ഈ ബൈക്കിൻ്റെ ഓവറോൾ റിവ്യൂവും കാര്യങ്ങളെല്ലാം. എനിക്കിപ്പോൾ ഈ ബൈക്ക് ഒരു 5 out of 5 റേറ്റ് ചെയ്യാനാണ് 4.5 ആയിരിക്കും ഞാൻ റേറ്റ് ചെയ്യുന്നത്. കാരണം ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ബൈക്കിൻ്റെ റൈഡിങ് നമുക്ക് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ആണെങ്കിലും അടിപൊളിയാണ്. എനിക്കൊരു കുഴപ്പം ഈ ബൈക്കിൽ തോന്നുന്നില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കേ അല്ല. നിങ്ങളിപ്പം ഫസ്റ്റ് ബൈക്ക് മേടിക്കാൻ നോക്കുക, നിങ്ങൾക്ക് സ്കൂട്ടി അല്ല 100cc 150cc ഈവൻ 150cc ഓടിച്ച് പരിചയമുള്ള ഒരാൾ ഈ ബൈക്ക് ഇരുന്ന കൈ കൊടുത്ത് അവർക്ക് വരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു മെഷീനാണിത്. അപ്പം നല്ല രീതിയിൽ റോഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബൈക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ കൈ കൊടുത്താൽ ഭയങ്കര സീനാണ്. നിങ്ങളിപ്പം സ്പീഡാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഡ്യൂക്ക് 390 എടുക്കാം. ബട്ട് ബിഗിനേഴ്സിന് ഞാൻ ഒരിക്കലും ഈ ബൈക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. ബാക്കി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എടുക്കണ്ട. സോ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഡ്യൂക്ക് 390ൻ്റെ റൈഡിങ് എക്സ്പീരിയൻസും ഇതിൻ്റെ ഫീൽ ആൻഡ് ഫീഡ്ബാക്കും എല്ലാം. ഒരു അടിപൊളി മെഷീനാണ്, ക്രേസി മെഷീനാണ്. നമുക്ക് നല്ല പവറൊക്കെ നല്ല രീതിയിൽ തന്നെ ഫീൽ ആവുന്ന ഒരു മെഷീനാണ്. പക്ഷേ ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കല്ല. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനലിലോട്ട് പുതിയാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇനിയും വരാൻ പോകുന്ന വീഡിയോസൊക്കെ
ബൈക്കിന് കുറച്ചില്ലായിരിക്കും, വേറെ വീഡിയോസ് ആയിരിക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അതറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി നെക്കിയേക്കണം. സോ ദാറ്റ് വെൻ ഐ അപ്ലോഡ് ന്യൂ വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, till then, be safe, stay healthy. It's me, AARAV, signing off.